നാട്ടിൽ ഉത്സവങ്ങൾ നടക്കുമ്പോൾ ചെറിയ സംഘർഷങ്ങളും അടിപിടിയുമൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ ചിലപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകാം. കൊല്ലം അഞ്ചാലുമൂട്ടിൽ ഉത്സവാഘോഷ യാത്ര നടക്കുമ്പോഴുണ്ടായ ചെറിയ തർക്കം കത്തിക്കുത്തിലും കൊലപാതകത്തിലും കലാശിച്ചു. ഗതാഗത നിയന്ത്രണത്തിനിടയിൽ യുവാക്കൾ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. അതിനിടെയാണ് കൊല്ലം പനയം സ്വദേശി അനിൽകുമാർ കൊല്ലപ്പെട്ടത്. കേസിൽ ഇയാളുടെ സുഹൃത്ത് അജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി 7:45 പനയം ക്ഷേത്രത്തിലെ വിളക്കുത്സവത്തിന്റെ ഭാഗമായി ഘോഷയാത്ര കടന്നു വന്നപ്പോൾ പ്രദേശത്തെ അനിൽകുമാറും അജിത്തും ധനേഷും ഗതാഗത നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തിരുന്നു. വാഹനങ്ങൾ ബ്ലോക്കായപ്പോൾ വഴിതിരിച്ചു വിടുന്നതിനെ ചൊല്ലി അനിൽകുമാറും അജിത്തും തർക്കത്തിലായി. അജിത്ത് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് അനിൽകുമാറിനെ കുത്തുകയായിരുന്നു. ആലുമൂട് ജംഗ്ഷന് സമീപം പ്രതി അനിൽകുമാറിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ നെഞ്ചിലും വാരിയലിന്റെ ഭാഗത്തും തുരുതുരെ കുത്തി മാരകമായി മുറിവേൽപ്പിക്കുകയായിരുന്നുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. തടസ്സം പിടിക്കാനെത്തിയ സുഹൃത്ത് ധനേഷിനെയും അജിത്ത് നെഞ്ചിൽ കുത്തി കൊലപ്പെടുത്താൻ നോക്കിയതായും എഫ്ഐആറിൽ പറയുന്നു. ഉടൻ തന്നെ പോലീസ് ഇടപെട്ട് അനിൽകുമാറിനെ അഞ്ചാലമൂട് സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ഇയാളുടെ ജീവൻ രക്ഷിക്കാനായില്ല. ധനേഷിനെ പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പ്രതിയായ അജിത്തിനെ പോലീസ് സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര.